നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വിഷുഫലമാണ്. വിഷു കേരളത്തിലെ ഒരു പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ്. വിഷുഫലം എന്നത് വിഷുദിനത്തിൽ നക്ഷത്രങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ജ്യോതിശാസ്ത്ര പ്രവചനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് വിഷുഫലം. 2025 ഏപ്രിൽ 14 വെളുപ്പിന് 3:21 മേട വിഷു സംക്രമണം വരുന്നത്. വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയതാണ്. വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം എന്നിവ കണക്കാക്കിയാണ് വിഷുഫല പ്രവചനം നടക്കുന്നത്. ഇതുപ്രകാരം ഏതെല്ലാം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുന്നതെന്നറിയാം. ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷം തന്നെയാണ് വിഷു. മലയാളം മാസം മേടം 1 കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത്. വർഷത്തിൻ്റെ ആദ്യ ദിവസം നന്നായാൽ കൊല്ലം മുഴുവൻ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് വിശ്വാസവും. അതുകൊണ്ട് തന്നെ വിശ്വാസത്തെക്കാൾ ചില പ്രാധാന്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. വിഷുഫലവും വിഷുക്കണിയും എല്ലാം ഐശ്വര്യത്തോടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് സത്യം. വിഷുവം എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. അത് മാർച്ച് 21, 22, സെപ്റ്റംബർ 21, 22 ദിവസങ്ങളിലാണ്. മേടം 1 മേടവിഷുവും തുലാം 1 തുലാവിഷുവും ഉണ്ട്. വിഷുഫലം തയ്യാറാക്കുമ്പോൾ ആസൂത്രണ നക്ഷത്രമായ അശ്വതിയുടെ സ്ഥിതി പ്രധാനമാണ്. 2025 വിഷുദിനത്തിൽ അശ്വതി നക്ഷത്രം ഉച്ചയോട് നടക്കും. ഇത് വെച്ചാണ് 2025 വിഷുഫലം തയ്യാറാക്കുമ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ സ്ഥിതി പരിഗണിച്ച് പ്രവചനങ്ങൾ നിർവചിക്കപ്പെടുക. വിഷുഫലം വ്യക്തിപരമായി വ്യത്യസ്തമായേക്കാം. കാരണം ജനന നക്ഷത്രം, രാശി, ഗ്രഹനിലകൾ എന്നിവയനുസരിച്ച് ഫലം വ്യത്യസ്തമായി കാണാം. 2025 വിഷു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, അതായത് മേടൻ രാശിയിലെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രധാന മാറ്റങ്ങളും അവസരങ്ങളും നൽകുന്ന വർഷമാണ്. ഗ്രഹസ്ഥിതികൾ, ഗോചരങ്ങൾ, യോഗങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിശദമായ ഫലങ്ങൾ നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രത്തിൻ്റെ 2025 വിഷുഫലത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. നക്ഷത്രാധിപൻ കേതുവാണ്. രാശി മേടം. ചന്ദ്രൻ മേടത്തിൽ. വ്യാഴത്തിൻ്റെ സ്ഥാനം വൃശ്ചികം 8ാം ഭാവം. ശനി മീനം 12ാം ഭാവം. രാഹു കേതു മീനം, കന്നി രാശികളിൽ 12ഉം 6ാം ഭാവത്തിലും നിൽക്കുന്നു. സൂര്യൻ മേടം 1ാം ഭാവത്തിൽ. ജീവിതത്തിൻ്റെ മേഖല അനുസരിച്ചുള്ള ഫലങ്ങൾ: 1. കരിയർ, ജോലി എന്നിവ. വ്യാഴം 8ാം ഭാവത്തിൽ ആയതിനാൽ, അതായത് വൃശ്ചികം രാശിയിലായതിനാൽ രഹസ്യമായ അവസരങ്ങൾ ജോലിയിൽ ലഭിക്കാം. ഉദാഹരണത്തിന് ഒളിവിൽ നടക്കുന്ന പദ്ധതികൾ, ഗൂഢാലോചനകൾ അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ശനി 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ട ജോലികൾ, ഓഫീസ് വർക്കുകൾ, റിമോട്ട് ജോലികൾ, അതായത് വീട്ടിലിരുന്ന് വിദേശത്തുള്ള വർക്കുകൾ ചെയ്യുന്നത്, ഇവയൊക്കെ ലാഭകരമാണ്. സഹപ്രവർത്തകരുമായി വിശ്വാസപാതകം തടയാൻ ശ്രദ്ധിക്കുക. റിസ്ക് എടുക്കുന്നതിൽ സൂക്ഷ്മത പാലിക്കുക. സാമ്പത്തികം നോക്കുമ്പോൾ 8ാം ഭാവത്തിലെ വ്യാഴം പാരമ്പര്യ സ്വത്ത്, ഇൻഷുറൻസ്, കടം, പണം അല്ലെങ്കിൽ പങ്കാളിത്ത നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാമെന്ന് പറയുന്നു. രാഹു 12ാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാം. സാമ്പത്തിക ധൈര്യം കാണിക്കുന്നത് അപകടകരമാകും. അതിനെന്താണ് പ്രതിവിധി എന്ന് വെച്ചാൽ സ്ഥിരമായി സാമ്പത്തിക പദ്ധതികൾ, അതായത് FD, മ്യൂച്വൽ ഫണ്ട് ഇവയൊക്കെ നിർമ്മിക്കുക. കടം നൽകുന്നതിൽ യുക്തിപരമായ തീരുമാനമെടുക്കുക. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ 8ാം ഭാവത്തിലെ വ്യാഴം ക്രോണിക് രോഗങ്ങൾ, ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങൾ, അണുബാധ, ലിവർ, ഹൃദയ പ്രശ്നങ്ങൾ ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. കേതു 6ാം ഭാവത്തിൽ നിൽക്കുന്നത് പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ പുനരാരംഭിക്കാം. എന്നാൽ ചികിത്സയിൽ വിജയവും കാണാം. വേണ്ട മുൻകരുതലുകൾ: സാധാരണ ചെക്കപ്പുകൾ നടത്തുക. ആയുർവേദ ചികിത്സ പരീക്ഷിക്കാം. പ്രണയ ജീവിതവും കുടുംബവും എങ്ങനെയെന്ന് നോക്കാം. വ്യാഴം 8ാം ഭാവത്തിൽ നിൽക്കുന്നത് വിവാഹിതർക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് സംഘർഷത്തിന് കാരണമാകാം. എന്നാൽ ബന്ധം ആഴത്തിലാകാൻ സാധ്യതയുണ്ട്. സൂര്യൻ 1ാം ഭാവത്തിൽ. സ്വാതന്ത്ര്യത്തോടുള്ള ആഗ്രഹം വർദ്ധിക്കും. കുടുംബ നേതൃത്വത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉയരാം. പങ്കാളിയുമായി സ്പഷ്ടമായ ആശയവിനിമയം നടത്തുന്നതാണ് നല്ലത്.
വികാരങ്ങൾ മൂടിവെക്കരുത്. ആത്മീയതയും വിദ്യാഭ്യാസവും നോക്കുകയാണെങ്കിൽ കേതു 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ സാധാരണ കാര്യങ്ങളിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള തിരിച്ചുവരവ്, ധ്യാനം, യോഗ എന്നിവയിൽ താല്പര്യം വർദ്ധിക്കും. വ്യാഴം 8ാം ഭാവത്തിൽ നിൽക്കുന്നത് രഹസ്യജ്ഞാനം, അതായത് ജ്യോതിഷം, ആദിഭൗതികം ഇവയൊക്കെ പഠിക്കാൻ താല്പര്യം കാണിക്കും. വിദ്യാഭ്യാസത്തിൽ ഗവേഷണം, മെഡിക്കൽ സയൻസ്, മനഃശാസ്ത്രം എന്നീ മേഖലകളിൽ വിജയിക്കും. 2025 അശ്വതി നക്ഷത്രക്കാർക്കുള്ള ശുഭ അശുഭ മുഹൂർത്തങ്ങൾ. ശുഭമായ മാസങ്ങൾ ഏപ്രിൽ, മെയ്, നവംബർ, ഡിസംബർ. ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ ഒക്ടോബർ, ജൂൺ, ജൂലൈ. മംഗളകർമ്മങ്ങൾക്ക് 2025 ഫെബ്രുവരി, സെപ്റ്റംബർ എന്നിവയിൽ ശുഭമുഹൂർത്തങ്ങൾ തിരയുക. പൊതുവായ ഉപദേശങ്ങൾ എന്തൊക്കെയെന്നാൽ രഹസ്യ ശത്രുക്കൾ പ്രവർത്തന രീതി മാറ്റാം. ആളുകളെ വിശ്വസിക്കുന്നതിന് മുൻപ് അവരുടെ പശ്ചാത്തലം പരിശോധിക്കുക. ദീർഘയാത്രകൾ, പ്രത്യേകിച്ച് വിദേശം, ലാഭകരമായിരിക്കും. ആരോഗ്യപരമായി നോക്കേണ്ടത് ശനിവാരം ഹനുമാൻ ചാലിസ വായിക്കുക. മരുന്നുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.